നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര വിടാനൊരുങ്ങി കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മത്സരിച്ചേക്കുമെന്നാണ് സൂചന. വേങ്ങരയിൽ PMA സലാം മത്സരിച്ചേക്കും. KP മജീദ്, UA ലത്തീഫ്, ഉബൈദുള്ള തുടങ്ങിയവർ മത്സരിക്കാനിടയില്ല. ജംഷീർ കൊടുഞ്ഞിശ്ശേരിയുടെ വിശദാംശങ്ങൾ നൽകാനായി. ജംഷീർ, കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്താണ് തീരുമാനമായിട്ടുള്ളത്? മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ്? ജീന, PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മലപ്പുറത്തേക്ക് തന്നെ മാറാൻ ഇത്തവണ മലപ്പുറത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം, നേരത്തെ ആദ്യഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഈ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ആദ്യം നിയമസഭയിലേക്ക് മത്സരിച്ചു തുടങ്ങുന്നത് മലപ്പുറത്തു നിന്നാണ്. 1982 മുതൽ പിന്നീട് അങ്ങോട്ട് 4 വർഷത്തോളം മലപ്പുറത്ത് തന്നെയാണ് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2006 കുറ്റിപ്പുറത്ത് KT ജലീലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം വേങ്ങരയിലേക്ക് മാറുന്നത്. പിന്നീട് വേങ്ങരയിൽ 2 തവണ മത്സരിച്ചതിന് ശേഷമാണ് ഇ അഹമ്മദ് മരിച്ചതിന് ശേഷം മലപ്പുറത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വേങ്ങരയിൽ മത്സരിച്ചു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മലപ്പുറത്തേക്ക് തന്നെ വരുന്നു, മലപ്പുറത്ത് തന്നെ മത്സരിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വേങ്ങരയിൽ അപ്പോൾ PMA സലാം വേങ്ങരയിലേക്ക് വരും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. P. അബ്ദുൽ ഹമീദ് നിലവിൽ അദ്ദേഹം ഈ വള്ളിക്കുന്ന് മണ്ഡലത്തിലായിരുന്നു. അദ്ദേഹം മഞ്ചേരിയിലേക്ക് മാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ തന്നെ നേതാവ് കൂടിയായിട്ടുള്ള PK നവാസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താനൂരിലും PK നവാസിന്റെ പേര് കേൾക്കുന്നുണ്ട്. അത് സംബന്ധിച്ച ഒരു കൃത്യത അല്ലെങ്കിൽ വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല PM സലാമും ഈ വള്ളിക്കുന്ന് വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ KP മജീദ്, ഉബൈദുള്ള, അതോടൊപ്പം UA ലത്തീഫ് ഉൾപ്പെടെയുള്ളവർ ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ല എന്നുള്ള വിവരമാണ്. PK ബഷീർ ഏറനാട് തന്നെ തുടരാനാണ് സാധ്യത. അതേസമയം മഞ്ചേരിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിം MLA മാറും. പകരം അവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PMA സമീറിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ തുടരാനാണ് ഒരു സാധ്യത. അദ്ദേഹം മാറുകയാണെങ്കിൽ KMCC നേതാവ് കൂടിയായിട്ടുള്ള അമീന്റെ പേര് ഉയർന്നു കേൾക്കാനുള്ള സാധ്യതയുണ്ട്. പെരിന്തൽമണ്ണയിലും മങ്കടയിലും പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരവും മങ്കടയിൽ മഞ്ഞളാംകുഴി അലിയും തന്നെ തുടരാനാണ് സാധ്യത. കോട്ടക്കലിലും ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെ തുടരും. പക്ഷേ അദ്ദേഹം തിരൂരങ്ങാടിയിലേക്കും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജയന്തി രാജന്റെ പേരും തിരൂരങ്ങാടിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത്തവണ ഒരു വനിതാ സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകും. പക്ഷേ സുഹറ മമ്പാടായിരിക്കാനാണ് സാധ്യത. അവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അവരെവിടെയാണെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഏതായാലും വന്നിട്ടില്ല. ഏതായാലും മറ്റൊരു കാര്യം നേതാക്കന്മാർ പറയുന്നത് അതത് മണ്ഡലങ്ങളിലുള്ള നേതാക്കന്മാർക്ക് അതത് മണ്ഡലങ്ങളിൽ തന്നെ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ ചർച്ചകളിലേക്ക് വരും ദിവസങ്ങളിലായിരിക്കും പാർട്ടി കടക്കുക. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചർച്ചകളും ആവശ്യങ്ങളുമാണ് നേതാക്കന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ ചർച്ച വരും ദിവസങ്ങളിലാവും ഉണ്ടാവുക. ജീന. ശരി ജംഷീർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര വിട്ട് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മത്സരിച്ചേക്കുമെന്നാണ് സൂചനയുള്ളത്. വേങ്ങരയിൽ PMA സലാം മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജംഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്.